വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചായിട്ട് ഞാനിപ്പോൾ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഒരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈവനിങ് വ്ലോഗ്, ഒരു ചെറുതായിട്ട് ഒരു ഇപ്പം നൈറ്റായി എന്ന് പറയുമ്പോൾ ഒരു 7 o'clock ആയി. അപ്പോൾ ഇപ്പം മക്കൾ ട്യൂഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലോട്ട് ഒരു ട്യൂഷൻ ചേച്ചിയൊക്കെ വരുന്നുണ്ട്, അവർ രണ്ടാളെയും ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈം മുതൽ രാത്രി കിടക്കുന്നവരെയുള്ള ഒരു ചെറിയ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ട്യൂഷൻ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും അവിടെ ബൂസ്റ്റ് വേണം എന്നാലേ എനർജി കിട്ടുള്ളൂ അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്യൂഷൻ ടീച്ചർക്കും കൂടി ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, എനിക്കും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രിയിലേക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും കുക്ക് ചെയ്യാറില്ല കേട്ടോ. എന്താണോ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ചോറ് തന്നെയാണ് ഞാൻ രാത്രിയിലേക്ക് ഉണ്ടാക്കുക. ഇവിടെ ഒരു മെയ്ഡ് വരാറുണ്ട്, തന്നെയാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ചെയ്യാറ്. പിന്നെ രാത്രി ഇവിടെ രണ്ടാളും നല്ല വികൃതി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആകെ പരത്തിയിടും കാര്യങ്ങളൊക്കെ ചെയ്യും. വീണ്ടും എനിക്ക് എന്തെങ്കിലും ക്ലീനിങ്ങൊക്കെ ചെയ്യാനുണ്ടാകും. അങ്ങനെ രാത്രിയുള്ള ക്ലീനിങ്ങൊക്കെ പിന്നെ ഞാൻ തന്നെ ചെയ്യും. അല്ലാണ്ട് കുക്കിംഗ് ഒന്നും പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇതേപോലെ ചായ ഉണ്ടാക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറേ ഉള്ളൂ. അപ്പോൾ ക്ലീനിങ് പിന്നെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബൂസ്റ്റ് ഉണ്ടാക്കി ഞാൻ മക്കൾക്കും പിന്നെ ട്യൂഷൻ ടീച്ചർക്കും കൊടുത്ത് പിന്നെ ഞാനും സമാധാനമായിട്ട് ഇരുന്ന് ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കാനുണ്ട്. അതാ ഞാൻ മടക്കി ഞാൻ ലിവിങ് റൂമിലാണ് കേട്ടോ ഇങ്ങനെ വെക്കുക, എന്നാലും അത് കാണുമ്പോൾ ഞാൻ വേഗം എടുത്തു വെച്ചോളൂല്ലോ. അപ്പോൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കും കേട്ടോ. എന്നാലും മടി പിടിക്കുന്ന ചില ദിവസങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരാൾ ട്യൂഷന് കഴിഞ്ഞാണ്ട് ഒരാൾ ഡ്രോയിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റാൾ ഭയങ്കര എക്സാമാണ് കേട്ടോ അപ്പോൾ അവർക്ക്. അപ്പോൾ അതിൻ്റെ ഭയങ്കര പഠിത്തത്തിലാണ്. അപ്പോൾ അതാ ഭയങ്കരമായിട്ട് കിച്ചണൊക്കെ മെസ്സായിട്ടുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷനിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 1 month. അപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. പോയ എല്ലാ സ്ഥലത്തിലെ ഫ്രിഡ്ജ് മാഗ്നറ്റും ഇല്ല കേട്ടോ, കുറച്ച് സ്ഥലത്തേ ഉള്ളൂ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യൽ മെയിൻ ലിവിങ് റൂമിൽ നിന്നാണ്. അപ്പോൾ അവിടെ അധികം പരന്ന് കിടക്കാറില്ല കേട്ടോ. ആകുന്ന കുഷ്യൻസൊക്കെ ഒന്ന് പില്ലോസും ഒക്കെ ഒന്ന് നീറ്റാക്കി വെക്കാൻ അധികം ഉണ്ടാവാറുള്ളൂ. പിന്നെ രാത്രി ഞങ്ങൾ അവിടുന്ന് മൂവി കാണാറുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ സ്നാക്ക് ബോട്ടിൽസൊക്കെ ഒന്ന് കൊണ്ടുവെക്കാറുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഉണ്ടാവാറില്ല, ഒന്ന് ടീപ്പോയി ഒന്ന് നീറ്റാക്കി വെക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആദ്യം ഒന്ന് നീറ്റാക്കി വെക്കും. ഇതാ ഇപ്പോൾ ഹസ്ബൻഡ് വന്നു. അപ്പോൾ മക്കൾ ഇതാ പപ്പൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ വേഗം മടക്കി വെച്ച തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അതെടുത്ത് വെച്ചാൽ തന്നെ ഭയങ്കര കുറേ പണി ചെയ്ത് കഴിഞ്ഞൊരു ഫീലിംഗ് കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മടക്കി വെക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മൂവിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഞാൻ വേഗം തുണികളൊക്കെ മടക്കി വെക്കും. എനിക്കിഷ്ടമാണത്. പക്ഷേ അതെടുത്ത് വെക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അത് അവിടുന്ന് ചിലപ്പോൾ പിറ്റേന്നൊക്കെ അവിടെ തന്നെ ഇരിക്കാൻ ഭയങ്കര ചാൻസ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയൊക്കെയോ ഇപ്പോൾ ഒരു പണി കഴിഞ്ഞൊരു ഫീലാണ്. അപ്പോൾ അത് വേഗം എടുത്ത് വെച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വന്ന് കിച്ചണിലേക്കാണ്. കിച്ചണിലെ ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഞാൻ ആ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിട്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തന്നെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അത് മക്കൾ വെറുതെ പപ്പടം തിന്നണ ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ അത് പിന്നെ അതിലെന്താണെന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതറിയാം, അതിലെന്തൊക്കെയാണുള്ളതെന്നൊക്കെ അറിയാം. എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാരി വലിച്ചിട്ട് നോക്കണം. അപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ആകും. പിന്നെ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പഴമൊക്കെ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ വേസ്റ്റിലിട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് വെക്കണതാണ്. അപ്പോൾ ആ ഏരിയ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ആ ഭാഗം മൊത്തം ഒന്ന് നീറ്റാക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്നാക്സ് വാങ്ങണ സ്വഭാവം കുറച്ച് കൂടുതലാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് തുടച്ചിട്ട് തിരികെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ക്ലീൻ അടുക്കള കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് അല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വർക്ക് ഏരിയ അങ്ങോട്ടേക്ക് പരന്ന് കിടക്കുകയാണ് കേട്ടോ. അതിൽ നിറയെ ആ സിങ്കിൽ നിറയെ പാത്രം കഴുകാനാണ്. അപ്പോൾ അതും കൂടി കഴുകി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. വേസ്റ്റും കളയാനുണ്ട്. അപ്പോൾ അതും കൂടി കഴുകാനുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ഡൈനിങ് ഹാളും കൂടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയും കൂടി എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഗ്ലാസും കൂടി എനിക്ക് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഒതുക്കിപ്പെറുക്കലും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ബുക്സൊക്കെ അവരെ കൊണ്ട് ഞാൻ എടുത്തു വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ബൂസ്റ്റ് കുടിച്ച ഗ്ലാസും പിന്നെ സ്നാക്സിൻ്റെ ബോട്ടിൽസ് അങ്ങനത്തെ കുറച്ച് എടുത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഷാർപ്നർ അവരെ കൊണ്ട് തന്നെ എടുത്തു വെപ്പിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അവർക്ക് എടുത്ത് വെച്ചതിന് ശേഷം ആ ഡൈനിങ് ടേബിൾ ആദ്യം ഒന്ന് നന്നായിട്ട് തുടച്ചു കേട്ടോ. ഈ സമയത്ത് കിച്ചണിൽ സുജി ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ രണ്ടുപേരും പപ്പ കുഴച്ച ഫുഡ് നല്ല ടേസ്റ്റാണ്, മമ്മ ഇങ്ങനെ മിക്സ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പപ്പൻ്റെ പിന്നാലെ കൂടി പപ്പ വാരി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവാറില്ല, രണ്ടാൾക്കും ഞാനാണ് കേട്ടോ വാരി കൊടുക്കാറ്. ഇത്ര വലുതായെങ്കിലും അവർക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. മൂത്ത ആൾക്കാണ് വാരി കൊടുക്കുന്നത് ഏറ്റവും ഇഷ്ടം. രണ്ടാമത്തെ ആൾ പിന്നെയും ഒറ്റയ്ക്ക് കഴിക്കും. ഞാൻ റീൽസിലൊക്കെ എപ്പോഴും കാണും കേട്ടോ, എല്ലാവരുടെയും മൂത്ത മക്കൾക്ക് വാരി കൊടുക്കും, രണ്ടാമത്തെ ആൾക്കാർ ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളത്. അത് ഇവിടെയും കറക്റ്റാണ് കേട്ടോ. മൂത്ത ആൾക്കാർക്ക് എൻ്റെ മൂത്ത മകന് എപ്പോഴും ഞാൻ വാരി കൊടുക്കണം. രണ്ടാമത്തെ ആൾ പിന്നെയും ഞാൻ കഴിച്ചോളാം മമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒറ്റയ്ക്ക് കഴിക്കും. ഇപ്പോൾ ബാക്കി ഞാനാട്ടോ വാരി കൊടുക്കണത്. കറി അവന് എപ്പോഴും ഒന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ അവർ കുറച്ചെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറി അങ്ങനെ മിക്സ് ആക്കാറില്ല. അതാണ് ഇപ്പോൾ സുജി കറി മിക്സ് ആക്കിയപ്പോൾ അവർക്ക് രണ്ടാൾക്കും പെട്ടെന്ന് എന്തോ ഇഷ്ടപ്പെട്ടത്. ഏതായാലും ബാക്കി ഞാൻ എന്തായാലും കറി മിക്സ് ആക്കിയിട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ, ടോട്ടോ എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ ഫുഡിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ അവനും ഫുഡ് കൊടുത്തു.
അവന് രാത്രി ചിലപ്പോൾ അവൻ്റെ പെഡിഗ്രി ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ പെഡിഗ്രീൻ്റെ ഒരു ഗ്രേവി ഉണ്ട്, അത് അവന് ചോറിൽ കുഴച്ച് കൊടുക്കും. ഇന്നിപ്പോൾ ചോറിൽ പെഡിഗ്രീൻ്റെ ആ ഗ്രേവി ചിക്കൻ ഗ്രേവി മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവനും അത് കഴിച്ചു. അവന് കുറച്ച് മതി, അവന് ചെറിയ ജാക്ക് റസൽ പറഞ്ഞിട്ടുള്ള അധികം ചെറിയ ബ്രീഡാണ്, അപ്പോൾ അവനും കുറച്ച് മതി. അപ്പോൾ അവനത് ഫുള്ള് കഴിച്ചോളും. കുറേ കൊടുത്താൽ അവന് ബാക്കിയാക്കും കേട്ടോ, അപ്പോൾ അവന് അത്ര മതി. അതും കഴിച്ച് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു മൂവി ടൈമാണ് കേട്ടോ. രാത്രി കുറച്ച് നേരം മൂവി കാണും. പിറ്റേന്ന് സ്കൂളില്ലാത്ത ടൈമാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീം തിന്നെയാണ് കേട്ടോ. ഒരാൾ സ്ട്രോബെറി ഐസ്ക്രീം, ഒരാൾ വാനിലയാണ് തോന്നുന്നു. അപ്പോൾ രണ്ടാൾ രണ്ട് സൈഡും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു കേട്ടോ, മേല് കഴുകി. കിടക്കാനുള്ള ടൈമായി. അപ്പോൾ രണ്ടാളും ബെഡ് സെറ്റ് ചെയ്യാണ്. ഞങ്ങൾ ബെഡിൻ്റെ അടിയിലാണ് അവരെ ബെഡ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രി അങ്ങനെ താഴേന്ന് ഇങ്ങനെ വലിച്ചിടുകയാണ് ചെയ്യുക. എന്നിട്ട് അവരെ പില്ലോസൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഈ ബെഡ് താഴത്തേക്ക് അങ്ങനെ ഉള്ളിലേക്ക് തള്ളുകയും ചെയ്യും. അപ്പോൾ കാണൂല്ല, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. താഴെയൊക്കെ നീറ്റായിട്ട് അടിച്ചു വാരാനും ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമെന്ന് അറിയാം. സംസാരിക്കണതിനൊക്കെ കുറേ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.